ശ്രീ എം ജയചന്ദ്രൻ, ഇന്ന് വൈകുന്നേരമാകുമ്പോൾ വരെ വളരെ കൃത്യമായി തന്നെ എല്ലാവരും, മാധ്യമങ്ങളടക്കം കേരളത്തിലെ ജനങ്ങളടക്കം കോൺഗ്രസ് പ്രവർത്തകരടക്കം കരുതിയിരിക്കുകയായിരുന്നു ഇന്നെന്തായാലും പ്രഖ്യാപനം ഉണ്ടാകും. 3 പേരാണല്ലോ ഈ അവസാന റേസിൽ വന്നിരിക്കുന്നത്: കെ സി വേണുഗോപാൽ, വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല. ഇതിലാരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രി ആകുമെന്നുള്ള കാര്യത്തിൽ ആളുകൾ കാത്തിരിക്കുകയായിരുന്നു. വൈകുന്നേരം താങ്കളടക്കം മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ടാകണം. ആലുവയിൽ വി ഡി സതീശൻ്റെ വീടിന് മുമ്പിൽ തടിച്ചുകൂടിയ ജനം, KPCC ഇന്ദിരാഭവനിൽ KPCC ആസ്ഥാനത്ത് തടിച്ചുകൂടിയ ജനം, ദില്ലിയിൽ തടിച്ചുകൂടിയ ജനം. ഇവർക്ക് ഇത്ര ദിവസമായിട്ടും 10 ദിവസമായിട്ടും ഒരാളെ തിരഞ്ഞെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക്, അതായത് ഇനി വരും കാലത്ത് ഒരുപക്ഷെ പി കെ ഗോപൻ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഇത് അവസാനിക്കുകയല്ല, നാളെ ഒരുപക്ഷെ നാളെ പ്രഖ്യാപിച്ചേക്കാം മുഖ്യമന്ത്രിയെ. അവിടെ തീരുകയല്ല, തുടരുകയാണ് ഇനി അടി. അതെ സിജു, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഹലോ, അതെ അതെ സിജു, പിന്നെ ഈ ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് എല്ലാ ചാനലുകളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വൈകുന്നേരം നമ്മൾ തമ്മിൽ സംസാരിച്ചിരുന്നല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് പ്രഖ്യാപനം ഉണ്ടാവില്ല, നാളെയും ഉണ്ടാവും തോന്നുന്നില്ല. എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് വെള്ളിയാഴ്ച പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് മനസ്സിലായത്. ഞാൻ പറയുകയും ചെയ്തിരുന്നു സിജുവിനോട്. അതെ, തീർച്ചയായിട്ടും താങ്കൾ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് താങ്കൾ പറയുകയും ചെയ്തിരുന്നു. അതെ അതെ. എന്നിട്ട് സന്ധ്യ 7 മണി 7:15 ആയപ്പോഴാണല്ലോ ജയറാം രമേശ് പറയുന്നത് നാളെ പ്രഖ്യാപിക്കുമെന്ന്. അപ്പൊ എനിക്ക് കിട്ടിയിരുന്ന ഡൽഹിയിൽ നിന്നുള്ള വിവരത്തില് ഒന്നുകിൽ പിന്നെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, താങ്കളോട് പറഞ്ഞത്. ഇത് പിന്നെ തീരുമാനമെടുക്കാൻ എന്തെങ്കിലും വൈകുന്നത് കൊണ്ടാണെന്നാണ് കോൺഗ്രസ്സുകാർ ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 3 പേരിങ്ങനെ വന്നുകൊണ്ട് അതിന്റെ എന്തൊക്കെയോ വലിയ ഗുലുമാലുകൾ ആലോചിക്കുകയാണ്, ചർച്ച ചെയ്യുകയാണ്. ഒന്നുമല്ല റജി, ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച മുതൽ പറയുന്നുണ്ട് വിവിധ ചാനലുകളിൽ, തീരുമാനം എടുത്തു കഴിഞ്ഞു. തീരുമാനം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കെ സി വേണുഗോപാലിനെ അവരോധിക്കാനാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച മുതൽ പറയുന്നുണ്ട്. എല്ലാ ദിവസവും വിവിധ ചാനലുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഞാൻ കണ്ടുപിടിച്ച കാര്യമൊന്നുമല്ല. ഡൽഹിയിലുള്ള നിങ്ങളുടെ കോൺഗ്രസ് വൃത്തങ്ങൾ തന്നെ തരുന്ന വ്യക്തമായ സൂചന ഒന്ന്. രണ്ടാമത്, തലയെണ്ണിയല്ലോ ഇവിടെ വന്ന്. തലയെണ്ണിയപ്പോ എന്താ സംഭവിച്ചത്? 5 പേര് വി ഡി സതീശനൊപ്പം, 4 പേര് രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം, 4 പേര് നിഷ്പക്ഷത പാലിച്ച് ഞങ്ങൾ ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനം അംഗീകരിക്കും എന്നുള്ളത്. അപ്പൊ എത്രയായി? 5 4 9 4 13. ആകെയുള്ളത് 63. ബാക്കിയുള്ള എത്ര? 50. 50-ല് ജി സുധാകരനും കുഞ്ഞികൃഷ്ണനും ഗോവിന്ദനും 3 പേര്. അവരെ മാറ്റി നിർത്തണോ? ഇവിടെ സ്വതന്ത്രന്മാരല്ലേ. ബാക്കി 47 പേര്. അവര് കെ സി വേണുഗോപാലിന്റെ കൂടെ പാറ പോലെ ഉറച്ചു നിൽക്കുക. പിന്നെ എങ്ങനെ മാറ്റി നിർത്തും? ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, കേരള മുഖ്യമന്ത്രിയായി പിന്നെ നിയമസഭാ കക്ഷി അംഗങ്ങൾ, MLA-മാർ ഭൂരിപക്ഷം, ഈ പറഞ്ഞ 47 പേര് അംഗീകരിച്ച വ്യക്തി എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ടില്ല. ലോക്സഭാ അംഗവുമാണ്. പക്ഷേ ഹൈക്കമാൻഡിന്റെ ഏറ്റവും കീ പോസ്റ്റിൽ ജോലി ചെയ്യുന്ന ആളാണ്, പ്രവർത്തിക്കുന്ന ആളാണ്. ഗാന്ധി കുടുംബത്തിന് അങ്ങേയറ്റം വിശ്വസ്തതയുള്ള ആളുമാണ്. അപ്പോ ഹൈക്കമാൻഡിന്റെ ഭാഗമായ ഒരു വ്യക്തി തന്നെ, അയാൾ ലോക്സഭാംഗമാണ്. പക്ഷേ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ ആ വ്യക്തിയെയാണ് സജസ്റ്റ് ചെയ്തത് തങ്ങളുടെ പുതിയ മുഖ്യമന്ത്രിയായിട്ട്. അത് അംഗീകരിക്കുക എന്നുള്ളത് സാധാരണഗതിയിലുള്ള നടപടിക്രമമാണ്. കോൺഗ്രസിന്റെ ഇതപര്യന്തമുള്ള ഏത് തെരഞ്ഞെടുപ്പിലെ ചിട്ടവട്ടങ്ങൾ നോക്കിയാലും അങ്ങനെ അംഗീകരിക്കുന്നതാണ് പതിവ്. അതേ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ നിയമം ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ലല്ലോ. ഇത് പൊതുധാരണയല്ല, നിയമമായിട്ട് തന്നെ കോൺഗ്രസ് പാലിക്കുന്നതാണ്. അപ്പൊ അത് പിന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. എങ്ങനെയാണ് ചോദ്യം ചെയ്യപ്പെട്ടത്? ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന് വേണ്ടി ഘടകകക്ഷികളായ മുസ്ലിം ലീഗും, പ്രധാനമായും മുസ്ലിം ലീഗാണ്, മുസ്ലിം ലീഗിന്റെ ശക്തമായ സമ്മർദ്ദം AICC ഉൾപ്പെടെ വി ഡി സതീശനെ പ്രസിഡന്റാക്കണം. എന്താണ് കാരണം? അതാണ് ജനവികാരം. അതൊരു ഭയങ്കര കണ്ടുപിടുത്തമല്ലേ റജി? ജനവികാരം എന്ന പുതിയ ഒരു വികാരം കേരളത്തിൽ സതീശന് വേണ്ടി മാത്രം രൂപപ്പെടുത്തുകയാണ് മുസ്ലിം ലീഗും മാധ്യമങ്ങളും ചേർന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ പ്രഷർ ചെയ്യാനായിട്ട്. അപ്പൊ ഈ ജനവികാരം കൊണ്ടല്ലേ നിങ്ങൾ ജയിച്ചു കയറിയത്? ആ ജയിച്ചവരല്ലേ MLA-മാരായത്? ആ MLA-മാരുടെ ഭൂരിപക്ഷം അല്ലേ പറഞ്ഞ കെ സി വേണുഗോപാലാണ് ഞങ്ങൾ മുഖ്യമന്ത്രി ആകേണ്ടതെന്ന്? അപ്പൊ ആ ജനവികാരം എവിടെ പോയി? അടിസ്ഥാനപരവും പാർലമെന്ററി ജനാധിപത്യപരവും ഭരണഘടനാപരവുമായ നടപടി അതാണല്ലോ. അതല്ലേ പിന്നെ അംഗീകരിക്കപ്പെടേണ്ടതും പാലിക്കപ്പെടേണ്ടതും. അതിനു പകരം ജനവികാരം എന്ന് പറഞ്ഞ പുതിയ
ഒരു നുണക്കഥയുമായിട്ട് വന്നാൽ ആ നുണക്കഥയുടെ പിന്നാലെ ഹൈക്കമാൻഡ് അണിനിരക്കണമെന്നും അത് കേട്ട് വിശ്വസിച്ച് അംഗീകരിക്കണം എന്നുമാണ് കേരളത്തിലെ ഒരു വിഭാഗം കോൺഗ്രസ്സുകാരും ഭൂരിഭാഗം മാധ്യമങ്ങളും ലീഗും ഷിബു ബേബി ജോണും പി ജെ ജോസഫും ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളും ആവശ്യപ്പെടുന്നതെങ്കിൽ അതിന് വഴങ്ങാൻ മനസ്സില്ല. ഒരു നേതൃത്വത്തിനും വഴങ്ങാൻ കഴിയില്ല റജി. ഒരു പാർട്ടിയുടെ നേതൃത്വത്തിനും അങ്ങനെ വഴങ്ങാൻ കഴിയില്ല. അത് തന്നെയാണ്, ആ ശരിയായ വഴി തന്നെയാണ് നിങ്ങളുടെ കോൺഗ്രസ് ഹൈക്കമാൻഡും സ്വീകരിച്ചത്. അതാണ് ശരിയായ വഴി. MLA-മാരുടെ ഭൂരിപക്ഷം ആർക്കാണോ അയാളെ അംഗീകരിക്കുക എന്നുള്ളത് മാത്രമാണ് വഴി. അതിൻ്റെ അകത്ത് വീതമെപ്പ് ഒന്നും നടക്കില്ല. അത് തന്നെയാണ് അവർ തീരുമാനിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച തീരുമാനിച്ചതാണ്. അന്ന് മുതൽ ഞാനിത് പറയുന്നുണ്ട്, ഈ കണക്കെല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് എന്തുകൊണ്ടാണ് തീരുമാനിക്കുക? അനായാസം തീരുമാനിക്കാമായിരുന്നു. ഒറ്റ കാര്യം കൊണ്ടാണ് ഒരു മാറ്റി വെച്ചത്. അറിയാമോ റജി? എന്താണെന്നറിയാമോ? ഇവിടെ വലിയ പ്രതിഷേധമല്ലേ, ഇനി അങ്ങോട്ട് വളരട്ടെ. ഇന്നലെ ഞാനൊരു ചാനലിൽ മീഡിയ വണ്ണിൽ പറഞ്ഞിരുന്നു, പിന്നെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഇന്ന്, അതായത് ഇന്നലെ ഒരു കാര്യത്തിൽ. ഏതാണെന്നറിയാമോ? വടക്ക് ഷാഫി പറമ്പിലിനെതിരെ, തെക്ക് M ലിജുവിനെതിരെ ഭയങ്കരമായ സൈബർ ആക്രമണം. അപ്പൊ അത് പ്രത്യേകമായി ആ കേസിൽ ഇന്നലെ തന്നെ ഇന്റർവ്യൂ ചെയ്തു ഹൈക്കമാൻഡ്. ഈ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചത്? ഇന്ന് ആക്രമണം ഇല്ലാതായി. അപ്പൊ ഇത് പർപ്പസ്ലി ആണ്, പ്ലാൻഡ് ആണ്, സ്റ്റേജ്ഡ് ആണ് എന്നുള്ളത് മനസ്സിലായില്ലേ? ഇല്ലേ? ഇതാണ് കോൺഗ്രസ് നടക്കുന്നത്. എന്നിട്ട് അതൊക്കെ മാറ്റി വെച്ച് ഇതെല്ലാം ജെന്യുവൻ ആണത്രേ, ഇതൊക്കെ നൈസർഗികമായി ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് പൊട്ടിവിടരുന്ന ഓരോ നടപടികളായിട്ട് അംഗീകരിക്കണം എന്നാണ് മാധ്യമങ്ങളെ കൊണ്ട് നിങ്ങളുടെ നേതാക്കൾ ഒരു വിഭാഗവും പിന്നെ ഘടകകക്ഷികളിൽ എല്ലാവരും ചേർന്ന് നടത്തുന്ന കോറസ് ഇങ്ങനെയാണ്. ഈ കോറസിനൊപ്പിച്ച് തുള്ളേണ്ടതാണോ ഒരു പാർട്ടിയുടെ ദേശീയ നേതൃത്വം എന്നുള്ളത് നിങ്ങളെ പോലെ ചർച്ചയ്ക്ക് പങ്കെടുക്കുന്ന തലയ്ക്കകത്ത് താമസമുള്ള ആൾക്കാർ ആലോചിക്കണം റജി. വ്യക്തമായിട്ട് അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറയണം. പക്ഷേ ശ്രീ റജിക്ക് അതിന് അവസരം കൊടുക്കണം താങ്കൾ മറുപടി പറയാൻ.